നാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൃഷ്ണൻ എങ്ങനെ ഒരേ സമയം 16,000 ഗോപികമാർക്കൊപ്പം കഴിഞ്ഞു? ഇത് കേൾക്കുമ്പോൾ നാം ശരീരം മാത്രമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായി തോന്നും. കാരണം നാം നമ്മെ ഈ ശരീരമായി മാത്രം കാണുമ്പോൾ നമുക്ക് ഒരേ സമയം ഒരു സ്ഥലത്ത് മാത്രമേ എത്താൻ കഴിയൂ. പക്ഷേ നാം ശരീരമല്ല, നാം പ്രകാശമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വിളക്ക് തെളിഞ്ഞാൽ അതിൻ്റെ പ്രകാശം ഒരു ദിശയിലേക്കാണോ പോകുന്നത്? അല്ല, അത് എല്ലാ ദിശകളിലേക്കും പടരുന്നു. എത്ര ദൂരം വരെ പോകും ആ പ്രകാശം? കണ്ണിന് കാണാൻ കഴിയുന്നിടത്തോളം, ചിലപ്പോൾ അതിലും അപ്പുറം. അതിനാലാണ് പല ആത്മീയ പാരമ്പര്യങ്ങളിലും ആത്മാവിനെ അനന്ത പ്രകാശം എന്ന് വിളിക്കുന്നത്. ഇത് വെറും ആശയമല്ല, ഇത് അകത്തെ അനുഭവത്തിൽ നിന്ന് വന്ന സത്യങ്ങളാണ്. ധ്യാനം ചെയ്യുന്നവർക്ക്, സാധന ചെയ്യുന്നവർക്ക് ഒരിക്കൽ ഒരനുഭവമുണ്ടാകും. സ്വയം ഒരേ സമയം എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്ന പോലെ. അത് ശരീരത്തിൻ്റെ യാത്രയല്ല, അത് ബോധത്തിൻ്റെ യാത്രയാണ്. ഇപ്പോൾ കൃഷ്ണനെ മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. ഒരു ടെലിവിഷൻ ചാനൽ എടുത്തു നോക്കൂ. ഒരു പരിപാടി ഒരു സമയം 1,00,000 ടി.വികളിൽ നാം കാണുന്നുണ്ടാവും. പക്ഷേ പരിപാടി ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് നടക്കുന്നത്. ടി.വികൾ പലതുമാണ്, സിഗ്നൽ മാത്രമാണ് ഒന്ന്. കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. അവനൊരു ശരീരത്തിലേക്ക് പരിമിതപ്പെട്ടവൻ ആയിരുന്നില്ല. അദ്ദേഹം ഉയർന്ന നിലയിലെ ആത്മാവായിരുന്നു, ഒരു അവതാര പുരുഷൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അത്രയും വളർന്നിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സത്ത എല്ലാ ദിശകളിലേക്കും തീവ്രമായി പ്രകാശിച്ചു. അതിനാലാണ് അദ്ദേഹത്തിന് 16,000 ഗോപികമാർക്ക് ഒരേ സമയം പ്രകടമാകാൻ കഴിഞ്ഞത്. സാധാരണ സന്യാസികൾക്കും മഹാത്മാക്കൾക്കും ചിലപ്പോൾ 2 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 3 സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടാനായി കഴിയും എന്ന് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ആയിരങ്ങളിലേറെ 10,000ങ്ങളിലേക്കോ ഒരേ സമയം സ്വയം വ്യാപിപ്പിക്കാൻ കഴിയുക എന്നത് വളരെ ഉയർന്ന ആത്മീയ നിലയിലേ സാധ്യമാകൂ. അതാണ് കൃഷ്ണൻ. ഇനി ഒരു പ്രധാന കാര്യം, കൃഷ്ണൻ്റെ കഥ പൂർണ്ണമായും ചരിത്രം മാത്രമല്ല, അതുപോലെ പൂർണ്ണമായും ചിഹ്നം, സയൻസ് മാത്രവുമല്ല, സിംബോളിക്കുമല്ല. അത് രണ്ടും ചേർന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ കഥ പോലെ തന്നെ ചില ഭാഗങ്ങൾ ചരിത്രമാണ്, ചില ഭാഗങ്ങൾ സിംബോളിക്കാണ്. പക്ഷേ ഒരു ചിഹ്നമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കഥയാണെന്ന് എന്നർത്ഥമില്ല. അതുപോലെ ചരിത്രമാണെന്ന് പറഞ്ഞാൽ അതിനുള്ള ആഴം നിഷേധിക്കണം എന്നുമില്ല. കൃഷ്ണൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. നാം ശരീരം മാത്രമല്ല, നാം പ്രകാശമാണ്, നാം ബോധമാണ്. നാം ഈ ശരീരമായി ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഈ ശരീരത്തിനും അപ്പുറത്താണ്. ഇത് മനസ്സിലായാൽ കൃഷ്ണൻ ഒരു കഥയല്ല, അദ്ദേഹം ഒരു സാധ്യതയായി മാറുന്നു. നമുക്കും ക്രമേണ നമ്മുടെ ബോധം വികസിപ്പിക്കാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തൽ. അതിനാലാണ് കൃഷ്ണനെ മനസ്സിലാക്കുന്നത് ദൈവത്തെ മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഈ അനന്തമായ സത്യം കൂടിയാണത്. നാം നമ്മെ തന്നെ മനസ്സിലാക്കുക എന്നതാണ്. നാം ഒരു ശരീരമല്ല, നാം ഒരു കഥയുമല്ല, നാം ഒരു പ്രകാശത്തിൻ്റെ സത്തയാണ്. നമ്മുടെ പ്രകാശത്തിൻ്റെ സത്തയെ വിപുലീകരിക്കാൻ മഹാത്മാ ചവാക്കോക്സുയി തയ്യാറാക്കിയിട്ടുള്ള ദ പാത്ത് ടു അർഹർഷിപ്പ് സബ്ജക്റ്റുകൾ പഠിച്ച് ഈ ജന്മത്തിൽ തന്നെ
അത്രയും ഉന്നതമായ പരമഹംസ പദവിയിലേക്ക് ഒരു അർഹതപ്പെട്ടവനായി വളരെ സന്തോഷവും സമൃദ്ധിയും എല്ലാം ഇടകലർന്ന് ഏറ്റവും സുഖകരമായ ഒരു സ്വർഗവാസമായി മാറ്റാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും അതിനുള്ള ഒരു ആഗ്രഹമുണ്ടാകട്ടെ. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ ഗുരുപരമ്പരകളുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. താങ്ക് യു. നമസ്തേ. This is Ranjit. I am a student of Mahatma Chwakoksi and Mashallah from Thrissur. Thank you.